വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പ്രശസ്ത സിനിമാ താരം മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കൾച്ചറൽ ഇവന്റ് ആയിട്ട് മാറിയ ഒരു കാര്യമാണ് ഈ ഫ്ലാഷ് മോബുകൾ. നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഒക്കെ പുതിയ കാലത്ത് ഒരു ട്രെൻഡ് പോലെയായി മാറിയിട്ടുള്ള ഒരു കർമ്മമാണ് ഫ്ലാഷ് മോബുകൾ. നമുക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമുക്കൊന്ന് ഇടപെടണമെങ്കിൽ, ഒരാളെ കൂട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൾക്കാരെ സമീപിക്കാൻ പറ്റുന്നതും ഈ കുട്ടികളുടെ ഫ്ലാഷ് മോബുകൾ വളരെ സജീവമായിട്ട് പല തരത്തിലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആഗ്രഹമായിട്ട് മാറിയിട്ടുള്ളതാണ്. വെറുതെ നൃത്തമല്ല, നൃത്തത്തിലൂടെ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കുന്ന ആളുകളെ കാഴ്ചക്കാരാക്കി മാറ്റുന്നത്. അത്തരം രീതിയിൽ ഫ്ലാഷ് മോബ് ചെയ്ത ആ കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ട്. അവരേറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇപ്പോൾ ഫ്ലാഷ് മോബ് സ്കൂൾ കലോത്സവങ്ങൾക്ക് തുടക്കമായിട്ട് പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് അനുവാദം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അവരെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ അതിനകത്ത് ഒരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിനിടയിൽ ഒരു കുഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് അല്പം ഒരു തലയിറങ്ങി പോകുന്ന ഒരവസ്ഥ കാണുകയും ചെയ്തില്ല. ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മളൊരു കർമ്മത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകണം. കാരണം ശരീരത്തിൻ്റെ ഏറ്റവും പ്രഥമമായത് ആരോഗ്യമുള്ളത്. ആരോഗ്യം ശ്രദ്ധിക്കാതെ പോയാൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതെ പോകുന്നതാണ്. പുതിയ കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ മരണം ഓവർ ടെൻഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ടെൻഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകും. പഠിക്കാനുള്ള കാലത്ത് കൃത്യമായി പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛനമ്മമാർ അവരെ നിർബന്ധിച്ചുകൊണ്ടല്ല, കാരണം അവരെ കളിക്കുകയും അവരെ വായിക്കുകയും മറ്റ് അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ടുപോകുമ്പോൾ മാത്രം മാനസികമായിട്ടൊരു ആരോഗ്യം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശരീരത്തെ നിലനിർത്താൻ പറ്റുന്നത്. ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ നമ്മുടെ കഴിവുകളെ പോഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കർമ്മങ്ങൾ കൂടി ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഈ സ്ഥാപനമുള്ളത്. ഗുരു വളരെ സജീവമായിട്ട് ആദ്യമായി പറഞ്ഞിരുന്നതും വിദ്യാഭ്യാസത്തിലൂടെ പ്രബുദ്ധരാകാൻ തന്നെയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യത്തെയും നേരിടാനുള്ള ശക്തി ഉണ്ടാവുന്നത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ പറ്റുന്ന കഴിവുണ്ടാകണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണമെന്നാണ്. PTA പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ്, ഹെഡ് മിസ്ട്രസ്മാരായ ലേഖ സജിത്ത്, ദീപ അനൂപ്, സ്കൂൾ പാർലമെന്റ് ചെയർമാൻ സിദ്ധാർത്ഥ് എസ് കുമാർ, വൈസ് ചെയർപേഴ്സൺ കെ ദേവസ്നിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻകണ്ടി സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുഷീമ ചന്ദ്രൻ നന്ദി പറഞ്ഞു. തീർച്ചയായും കൗമാര മനസ്സുകളുടെ മഹാമേള തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യുവജനോത്സവ ദിനങ്ങൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അത് കുറെ കൂടി ഹൃദ്യമായിരുന്നു. ഇന്ന് ദൃശ്യ ശ്രാവ്യ മേഖലകളിലുള്ള അഭൂതപൂർവമായ വളർച്ച ഇത്തരത്തിലുള്ള കലാസപര്യകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് പ്രയോജനപ്പെടും എന്ന് ലോകത്തോട് പറഞ്ഞ മഹാഗുരുവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ വിദ്യാലയത്തിലെ ഈ കുരുന്നുകളുടെ മഹോത്സവം, കലോത്സവം ഈ 2 ദിവസങ്ങളിലായി നടക്കുകയാണ്.